തോന്നുന്നില്ല എല്ലാരും അല്ല, പക്ഷെ ആരും കുറച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേർക്ക്. നേരത്തെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കും അത്ര പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അതെ അതെ മീറ്റപ്പ് നാളെ ആയിരുന്നില്ല. രാവിലെ ഓഫീസിലൊക്കെ പോകണമെന്നുള്ളവർക്കും സ്കൂളിലൊക്കെ പോകുന്നവർക്ക് നേരത്തെ കിടന്ന് ഉറങ്ങിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞാനൊക്കെ ടൈം ഉറങ്ങില്ല കേട്ടോ. അനുമോളുടെ ഫാൻസിനെ കൊണ്ട് എനിക്ക് കുറച്ച് ഇരിക്കപ്പൊറുതിയില്ലായിരുന്നു. ലക്ഷ്മിയുടെ ഫാൻസിനെ കൊണ്ട് എനിക്കും സ്വൈര്യമില്ല എന്നൊരു എപ്പോഴാ ചോദിക്കാറുണ്ട്. കാണുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടി വന്ന് രാത്രിയാണെങ്കിലും കാണുന്നത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. മീറ്റ് ചെയ്തു. എവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലുണ്ട്, രണ്ടുപേരും എറണാകുളത്തുണ്ട്. അപ്പോൾ ലേറ്റ് നൈറ്റ് ആണെങ്കിലും മോനിപ്പോൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടി വന്നതാണ്. ഹായ് എല്ലാവർക്കും ഹായ്. ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇത് ലക്ഷ്മിയുടെ പേജാണ്, യൂട്യൂബ് ചാനലാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ലൈവ് വരുന്നു. അതെ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലൈവ് പോകാറുണ്ട്. പക്ഷെ വേറെ ലക്ഷ്മി ലൈവ് പോകാറുണ്ടോ? ഞാൻ ഇതുവരെ ലൈവ് പോയിട്ടില്ല, യൂട്യൂബിൽ പോയിട്ടില്ല. ഞാൻ ഇൻസ്റ്റയിൽ മാത്രമേ പോയിരിക്കുന്നത്. അത് എന്തോ ഒരു ഗിവ് അവയുടെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിന് ശേഷം ഞാൻ എനിക്ക് ഇപ്പം 2 months ആവാൻ പോകുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കണ്ടു. 2 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഫിനാലെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാൾക്കും തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കാണാൻ. നമ്മൾ കൊച്ചിയിൽ കാണും, പക്ഷെ നമ്മൾ വിളിക്കുമ്പോ അതെ മെസ്സേജ് പറയും കൊച്ചിയിൽ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് പറയും, പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇന്ന് ശരിക്കും നമ്മൾ കാണില്ലായിരുന്നു, കാണാൻ പ്ലാൻ ചെയ്തതാണ്. അതെ, ഇന്ന് ഇവളിരിക്കുന്ന ഈ സ്ഥലത്ത് ഞാൻ ഇന്നലെ ഈ സമയത്തുണ്ടായിരുന്നു, ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു, നീ ഇന്ന് അവിടെ ഉണ്ടോ? ഞാൻ ഇന്നലെ ഈ സമയത്തുണ്ടായിരുന്നു, അങ്ങനെയും പറഞ്ഞിരിക്കുക. പിന്നെ പാതിരാത്രി ആയപ്പോഴത്തേക്കും തോന്നി ഓക്കെ ഫൈനലി ഇറങ്ങാം, അങ്ങ് കാണാം എന്ന് പറഞ്ഞ് അങ്ങൊരു ലൈക്ക് നിന്ന് നിപ്പിലൊക്കെ വന്നത്. എന്നെ കണ്ടാൽ തന്നെ അറിയാം. ഇവളും ഇവിടെ പോവാൻ ഫ്ലാറ്റിലോട്ട് പോവാൻ നിൽക്കുമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ടു. പ്രശ്നമൊന്നുമില്ല, കണ്ടിട്ട് പ്രശ്നം ചോദിച്ചു ഈ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ മീറ്റ് ചെയ്യണം. അങ്ങനെ ഇറങ്ങി കഴിയുന്ന സമയമായിരിക്കും കുറച്ചൊരു തിരക്കുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ, അത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ലക്ഷ്മിയുടെ തിരക്കുകളായിട്ട് ലക്ഷ്മി പോവുമായിരുന്നു, ഞാൻ എന്റെ തിരക്കുകളായിട്ട് പോവുമായിരുന്നു. നമ്മൾ ഇന്നും മെസ്സേജ് അയക്കാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ അപ്പോൾ എന്നോട് ചോദിക്കുന്നിടത്തൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. എന്താ ഞാനും ലക്ഷ്മിയും വിളിക്കാറുണ്ട്. മെസ്സേജ് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്, ലക്ഷ്മി തിരക്കായതുകൊണ്ടാണ്, പിന്നെ ഞാനും തിരക്കായതുകൊണ്ടാന്നൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അതോ ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നോ, ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടാണോ, അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ ലാസ്റ്റത്തെ എൻട്രിയിൽ ലക്ഷ്മി വന്നത് എന്നൊക്കെ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബന്ധം കൊണ്ടുപോകും. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾക്ക് എന്താണോ എന്താ ഗെയിമിന്റെ സമയത്തുള്ളത് പോലത്തെ അല്ല, റീഎൻട്രിയുടെ സമയത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പൊ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അയ്യോ കണ്ണീര് കാരണം ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കരഞ്ഞിട്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാൻ കരയാറില്ല. എന്തിനിപ്പൊ കരയുന്നത്? എനിക്കിപ്പോ എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാനിപ്പോ എന്താന്ന് എന്റെ അമ്മയൊക്കെ ചോദിക്കും, നീ എന്താ കരയാത്തത്, നീ മുമ്പൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ കരയായിരുന്നല്ലോ, ഞാൻ പറയാം അമ്മ ക്യാമറ കുറച്ചുകൂടെ വേണം. അതെ ഞാൻ പറയും, അമ്മ ഇവിടെ ഫോൺ എടുത്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ കരഞ്ഞു കാണിക്കാം എന്നൊക്കെ ഞാൻ പറയും. എന്തായാലും ഇപ്പൊ എന്താ പറയുക, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം കുറച്ച് നല്ല നേരത്തെക്കാളും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കാറ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാറ് കിട്ടിയില്ല, കാറ് കിട്ടിയില്ല, കുറച്ച് ലേറ്റ് ആവും. എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വെയിറ്റിംഗ് ആണ്. അതെ, ആ കാറ് കിട്ടാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. ബിഗ് ബോസ് അന്ന് ആ ടൈമിലുണ്ടായിരുന്നു. ആ കാറിന്റെ ഒരു നമുക്കൊരു ഇതുണ്ടായിരുന്നില്ലേ, സ്പോൺസർ ടാസ്ക്. അപ്പൊ അത് ബൂട്ട് തുറക്കാതിരിക്കുന്ന ഓർക്കുന്നു. ആ ഒരു സമയത്ത് അനുവിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവസാനം കാറൊക്കെ കിട്ടി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ബിഗ് ബോസ് ടൈമിൽ നമുക്ക് ഈ സ്പോൺസർ ടാസ്ക്, അതായത് നമ്മൾ രാവിലെ എണീക്കുന്ന ടൈമിൽ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ കാറിന്റെ പുതിയതായിട്ട് ആ ഒരു പിക്ചർ വന്നത്, ഫ്ലെക്സ് പോലെ. അതെ, മാരുതി. അപ്പൊ ഞാനാണ് ഫസ്റ്റ് അത് കണ്ടുടനെ ഞാൻ ആ ഒരു കോർണറിൽ പോയി ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര കാറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അടിപൊളി കാറല്ലേ ലക്ഷ്മി, കാറിൽ കേറിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ വിഷൻ അതെങ്ങനെയായിരുന്നു, പക്ഷെ നല്ല കാറായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് ഓൾറെഡി ഒരു കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇറങ്ങിയതിന് ശേഷം അല്ല എനിക്ക് ഈ ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വെറുതെ ഞാൻ അങ്ങനെ ചിന്തിച്ചതാണ്. പക്ഷെ എനിക്ക് ആ കാർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്തൊക്കെയോ ഉണ്ട് കാറിലെ ഫീച്ചേഴ്സ് കണ്ടപ്പോൾ അനുമോള് വാ വിളിച്ച് നിന്നു. ഐ തിങ്ക് മാനിഫെസ്റ്റഡ്. അതെ അതെ അതെ, അനുമോൾ അത്യാവശ്യം നല്ലോണം എല്ലാം മാനിഫെസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളവരും അതിനെല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയാ പുതിയ വർഷമൊക്കെ? എങ്ങനെയാ? അടിപൊളിയല്ലേ? എന്തായാലും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമായിട്ട് തീരട്ടെ. അതെ അതെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കുക. അതെ അതെ.
ഞങ്ങള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് എനിക്ക് വിറ്റാമിൻ ഡി ഒക്കെ കുറവായിരുന്നു. ചെക്ക് ചെയ്തോല്ലോ? ചെയ്തു നല്ല കുറവുണ്ടായിരുന്നു. എനിക്കപ്പോ അതുകൊണ്ട് ഞാൻ സപ്ലിമെന്റ്സ് ഒക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പൊ. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലല്ലോ. അതെ ഫുഡ് പിന്നെ എന്നും ന്യൂട്രീഷന്റെ കുറവ് ചപ്പാത്തി നല്ലോണം ആയിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രോട്ടീനോ ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിന്റെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. ഞാൻ കയറിയ ടൈമില് എനിക്ക് തോന്നുന്നു ഞാൻ 57 കിലോ ഉണ്ടായിരുന്നു. ഇറങ്ങിയ ടൈമില് എനിക്ക് 48 കിലോ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ച്